അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏഴാം ക്ലാസ്സിലെ തസ്കിയ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ പ്രാവശ്യം എക്സാമിന് വരുന്ന 8ാമത്തെ പാഠം മുതൽ 14ാമത്തെ പാഠം വരെ, അവസാനത്തെ പാഠം വരെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ആദ്യത്തെ പാഠം 8ാമത്തെ പാഠം അൽ ഇൽമു യുഅ്താ വലാ യഅ്തി. 16 തവണ തേൾ കുത്തിയിട്ടും അദ്ദേഹത്തോട് ശിഷ്യനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എന്ന ശിഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇന്നൊരു അത്ഭുതം കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ 16 തവണ തേൾ കുത്തി, അതിലെല്ലാം ഞാൻ ക്ഷമിച്ചു. കാരണം ഇന്നമാ സബർതു ഇജ്ലാലിൽ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനോടുള്ള ബഹുമാനം കാരണമാണ് ഞാൻ ക്ഷമിച്ചത് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിൻ്റെ അർത്ഥമാണ് ഇവിടെ അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. ലാ തളഅ ശൈഅൻ റഫഅഹു അല്ലാഹു വൽ ഇൽമു യുഅ്താ വലാ യഅ്തി. അത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദ് എന്ന ഖലീഫയോട് പറഞ്ഞതാണ്. ഹാറൂൻ റഷീദ് അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഗ്രന്ഥം, ആ ഹദീസ് മക്കളായ അമീനനും മഅ്മൂനും പഠിപ്പിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, മഹിയ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അടങ്ങൂ, മിണ്ടാതിരിക്കൂ. ലാ തളഅ ശൈഅൻ റഫഅഹുല്ലാഹ് വൽ ഇൽമു യുഅ്താ വലാ യഅ്തി. അള്ളാഹു ഉയർത്തിയ ഒരു വസ്തുവിനെ നിങ്ങൾ താഴ്ത്തരുത്. ഇൽമ് കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരികയില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദ് എന്ന ഖലീഫയോട് പറഞ്ഞതാണ്. ആ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, മാലിക്കി ഇമാം ഹദീസ് ഉദ്ധരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? കുളിച്ച് വുളൂ ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി തലപ്പാവ് ധരിച്ച് കൊണ്ടായിരുന്നു ഹദീസ് ഉദ്ധരിച്ചിരുന്നത്. അത്രയും ഹദീസിനോട് അദ്ദേഹത്തിന് ബഹുമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് മുവത്ത. ഇനി അതിലുള്ള ചില അറബി വാക്കും അതിൻ്റെ അർത്ഥങ്ങളും. അഖറബ് തേള്, അലം വേദന, മുസ്തദ്ദുൻ കഠിനമായ, തഅമ്മമ തലപ്പാവ് ധരിച്ചു, മിനസ്വ സ്റ്റേജ് പീഠം എന്നൊക്കെ അർത്ഥമുണ്ട്. മഹ് മിണ്ടാതിരിക്കൂ, തിൽമീദ് വിദ്യാർത്ഥി. ഇത്രയും ഭാഗങ്ങളാണ് ആ പാഠത്തിൽ 8ാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. 9ാമത്തെ പാഠം സാറ ഹായിറൻ വ ബാത്ത സാഹിറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കഴിഞ്ഞ് 13ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12 ഹിജ്റ പോയി. എവിടേക്ക്? മദീനയിലേക്ക്. അങ്ങനെ റസൂലുള്ളാഹിന്റെ വരവ് കൊണ്ട് മദീന സന്തോഷിച്ചു. ആ പാഠത്തിൻ്റെ തുടക്കഭാഗത്ത് അതാണ് പറയുന്നത്. അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിക്കുന്നതിൽ അവർ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കാൻ വേണ്ടി അവർ തിക്കും തിരക്കും കൂട്ടി. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ മഅ്മൂറ, അതിന് പ്രത്യേക നിർദ്ദേശം ലഭിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലാണ് ഇറങ്ങിയത്. ആ വീടിന് 2 തട്ടുണ്ടായിരുന്നു, അടിയിലെ തട്ടും മുകളിലെ തട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയിലെ തട്ടാണ് തിരഞ്ഞെടുത്തത്. കാരണം നബി തങ്ങളുടെ അടുത്ത് ഒരുപാട് സന്ദർശകർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂൽ അടിയത്തെ തട്ട് തിരഞ്ഞെടുത്തു.
അപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ മുകളിൽ കിടക്കുന്നതും നിങ്ങൾ താഴെ കിടക്കുന്നതും എനിക്കത് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, എനിക്കൊരുപാട് ആളുകൾ സന്ദർശിക്കാൻ വരുന്ന ആളുകളുണ്ടാവും, അതുകൊണ്ട് ഞാൻ താഴെ തന്നെ നിൽക്കട്ടെ. അതിലുള്ള ആ പാഠത്തിലുള്ള ചില അർത്ഥങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചില വാക്കർത്ഥങ്ങൾ: ദിയാഫത്തുൻ സൽക്കാരം, സിമാം കടിഞ്ഞാൻ, സുഫ്ല താഴെയുള്ള, തനാഫസ മത്സരിച്ചു, ഗുബാറുൻ പൊടി, ദൗറ് തട്ട്, ഇസ്തബ്ശറത്തിൽ മദീനത്തു ബിമ മദീന സന്തോഷിച്ചു എന്തുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് കൊണ്ട്, തനാഫസത്തിൽ അൻസാറു ഫീമ അൻസാറുകൾ മത്സരിച്ചു എന്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കുന്നതിൽ, ഇഖ്താറൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൗലത്ത് സുഫ്ല ലിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിയിലെ തട്ട് തിരഞ്ഞെടുക്കാൻ കാരണം സന്ദർശകർ അധികരിച്ചതുകൊണ്ട്, ലം യഖ്തുറു മാഉൽ ജറത്തിൽ മുൻകസിറത്തി ഇല സുഫ്ല ലിമ പൊട്ടിയ പാത്രത്തിലെ വെള്ളം താഴേക്ക് ഉറ്റിയില്ല, കാരണമെന്ത്, അവർക്ക് ആകെയുള്ള പുതപ്പ് കൊണ്ട് വെള്ളം തുടച്ചെടുത്തത് കൊണ്ട്. അഖീറൻ സഈദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല ദൗരിൽ ഉൽവി കൈഫ കാന ദാലിക് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുകളിലെ തട്ടിലേക്ക് തന്നെ കയറി. അതെങ്ങനെ, എന്തുകൊണ്ട്? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിലാണെന്ന ചിന്ത അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ അലട്ടി. അവർ ഇളകുന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പൊടി വീഴുമോ എന്ന ഭയം കാരണം ഉറങ്ങിയില്ല. സുബ്ഹിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവരാതി പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് തന്നെ കയറി. പത്താമത്തെ പാഠം: ലാ യസ്അദുൽ കസ്ലാൻ മടിയൻ വിജയിക്കുകയില്ല. ഖാല ഷെയ്ഖ് അബുൽ ഫത്ഹുൽ ബുസ്തി റഹിമഹുല്ലാ ഷാഇറുൽ ഹിന്ദി അൽ അബ്ബാസി. ഈ ബൈത്ത് ചോദിച്ചിട്ട് ചിലപ്പോൾ ഇത് ആരാണ് രചിച്ചത്, ഇത് ആരുടെ ബൈത്താണ് എന്ന് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. യാ ഖാദിമൽ ജിസ്മി കം തസ്ആ ലി ഖിദ്മതിഹി അതതുലുബുർ റിബ്ഹ മിമ്മാ ഫീഹി ഖുസ്റാനു. യാ ഖാദിമൽ ജിസ്മി, ഓ ശരീരത്തിന് സേവനം ചെയ്യുന്ന മനുഷ്യ, കം തസ്ആ ലി ഖിദ്മതിഹി, അതിന് സേവനം ചെയ്യാൻ നീ എത്രയാണ് പരിശ്രമിക്കുന്നത്. അതതുലുബുർ റിബ്ഹ മിമ്മാ ഫീഹി ഖുസ്റാൻ, നഷ്ടമുള്ള വിഷയത്തിൽ നീ ലാഭം തേടുകയാണോ. അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫദായിലഹ ഫഅൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. അഖ്ബിൽ അലൻ നഫ്സ്, നീ നിന്റെ ഹൃദയത്തിലേക്ക് തിരിയൂ. വസ്തക്മിൽ ഫദായിലഹ, അതിന് അത്യാവശ്യമായി നൽകേണ്ട കാര്യങ്ങൾ നീ പൂർത്തിയാക്കി വിട്ടു. ഫഅൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാൻ, ഫഅൻത ബിന്നഫ്സ്, നീ ഹൃദയം കൊണ്ടാണ് മനുഷ്യനാകുന്നത്. ലാ ബിൽ ജിസ്മി ഇൻസാൻ, ശരീരം കൊണ്ടല്ല മനുഷ്യനാകുന്നത്. അതുകൊണ്ട് ശരീരത്തിനെ നോക്കുന്നതേക്കാൾ നീ ഹൃദയത്തിനെ നോക്കൂ എന്നാണ് ഈ കവി നമ്മളോട് പറയുന്നത്. വസ്ദുദ് യദൈക ബിഹബിലില്ലാഹി മുഅ്തസിമാ ഫഇന്നഹു റുക്നു ഇൻ ഖാനതുക അർകാനു. വസ്ദുദ് യദൈക, നിന്റെ കരങ്ങളെ നീ ശക്തിപ്പെടുത്തുക. ബിഹബിലില്ലാഹി, അല്ലാഹുവിന്റെ ദീന് കൊണ്ട്, മുഅ്തസിമൻ, മുറുകെ പിടിച്ചിട്ട്. ഫഇന്നഹു റുക്നു, കാരണം അതാണ് യഥാർത്ഥ തൂൺ, യഥാർത്ഥ പില്ലർ അതാണ്, യഥാർത്ഥ തൂണതാണ്. ഇൻ ഖാനതുക അർകാനു, മറ്റെല്ലാ തൂണുകളും മറ്റെല്ലാ മതങ്ങളും നിന്നെ ചതിച്ചാലും അതാണ്, അള്ളാഹുവിൻ്റെ മതമാണ് യഥാർത്ഥ മതം. മൻ കാന ലിൽ ഖൈരി മന്നാഅൻ ഫലൈസ ലഹു, മൻ കാന ലിൽ ഖൈരി മന്നാഅൻ ഫലൈസ ലഹു അലൽ ഹഖീഖതി ഇഖ്വാനു വഅഖ്ദാനു. മൻ കാന ലിൽ ഖൈരി മന്നാഅൻ, ആരെങ്കിലും നന്മയെ തടയുന്നവനാണെങ്കിൽ, ഫലൈസ ലഹു അലൽ ഹഖീഖതി, യഥാർത്ഥത്തിൽ അവനില്ല, ഇഖ്വാനുൻ വഅഖ്ദാനുൻ, സഹോദരങ്ങളും കൂട്ടുകാരുമില്ല. ദഇത്ത കാസുല ഫിൽ ഖൈറാത്തി തതുലുബുഹാ
فليس يسعد بالخيرات كسلان دع التكاسل في الخيرات تطلبها. നീ തേടിക്കൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളിൽ നീ മടി ഉപേക്ഷിക്കുക, അലസത ഉപേക്ഷിക്കുക. ഫലൈസ യസ്അദു ബിൽ ഖൈറാത്തി കസ്ലാനു, നന്മയിൽ മടി കാണിക്കുന്നവൻ ഒരിക്കലും വിജയിക്കുകയില്ല. നല്ല കാര്യങ്ങളിൽ മടി കാണിക്കുന്നവൻ ഒരിക്കലും വിജയിക്കുകയില്ല. ഈ ബൈത്തുകളുടെ അർത്ഥവും പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ ബൈത്തും കാണാതെ പഠിച്ചിരിക്കണം. കാരണം പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങളിൽ ഈ ബൈത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വാക്ക് ചെറിയൊരു വാക്കായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു വാക്കായിരിക്കും നിങ്ങൾക്ക് മിസ്സാവല്. അതുകൊണ്ട് ഈ ബൈത്തും കാണാതെ പഠിച്ചിരിക്കണം. അടുത്ത പാഠം 11ാമത്തെ പാഠം ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനെ കുറിച്ചുള്ള പാഠമാണ്. അതിൽ ചില വാക്കർത്ഥങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഫളീലത്തുൻ ശ്രേഷ്ഠത, നജാത്തുൻ രക്ഷ, അസാസ് അടിസ്ഥാനം, ലഗ്തത്ത് ഞെരുക്കം, അതാഖത്ത് മോചനം, ഫിറാഷുൻ വിരുപ്പ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കസ്റത്തുൽ അസ്മാഇ തദുല്ലു അലാമ തദുല്ലു, പേരുകളുടെ വർധനവ് എന്തിൻ്റെ മേൽ അറിയിക്കുന്നു? അതിൻ്റെ മഹത്വം കൂടുതലാണെന്ന് അറിയിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ ലിമ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിൻ്റെ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനിൻ്റെ 1/3 തുല്യമാകും. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ 1/3 വിശ്വാസപരമായ കാര്യങ്ങളാണ്. മറ്റു 2 ഭാഗങ്ങൾ വിധിവിലക്കുകളും ചരിത്രങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഖുർആനിൻ്റെ 1/3 സമാനമാണ്. മാ ഫവായിദു ഖിറാഅത്തിൽ ഇഖ്ലാസി 100 മറത്തിൻ ഫി മറദി മൗതിഹി. 1,00,000 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതിയാലുള്ള നേട്ടം എന്ത്? അള്ളാഹു അവൻ്റെ ശരീരത്തെ വാങ്ങിയവനാകും, അതിനാൽ അവൻ നരകത്തിൽ നിന്ന് മോചിതനാകും. മാ സബബു നുസൂലി സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവതരണ കാരണം എന്ത്? കാനത്ത് ഖുറൈശുൻ യഅ്ബുദൂന അസ്നാമൻ യസ്നഊനഹ ബിഐദീഹിം. സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ച വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ഖുറൈശികൾ. വയദഊനഹ ലി ഹവായിജിഹിം, എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഈ വിഗ്രഹങ്ങളെ അവർ വിളിച്ചുകൊണ്ടിരിക്കും. വിശിഷ്ട ദിവസങ്ങളിൽ അവരതിനു വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യും. ഫകശഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജഹാലതിഹിം ഫി ഇബാദതിഹ. ഈ ബിംബാരാധനയിൽ അവരുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. വസഫാഹതിഹിം ഫി ദുആഇഹ. ഈ വിഗ്രഹങ്ങളെ വിളിക്കുന്നതിലുമുള്ള വിഡ്ഢിത്തം അല്ലെങ്കിൽ വിവരക്കേട് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. വനസബിഹി, ഇപ്പോൾ അവർ നിന്റെ ആ റബ്ബിന്റെ തറവാട് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെട്ടു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുമായി ഇറങ്ങി. അടുത്ത പാഠം 13ാമത്തെ പാഠം മിൻ ജവാമിഉൽ കലിം എന്ന ഭാഗം. അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ്. കൈഫ യുഖാലിഖുൽ മുസ്ലിമുൻ നാസ്. ഒരു യഥാർത്ഥ മുസ്ലിം ജനങ്ങളുമായി ഇടപെടേണ്ടത് എങ്ങനെ? ബി ഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവം കൊണ്ട്. മാതാ അദ്റക്കൻ നാസ മിൻ കലാമിൻ നുബുവത്തിൽ ഊല. നബിവചനങ്ങളിൽ നിന്ന് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കിയതെന്ത്? നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യും, നിങ്ങൾക്ക് തോന്നിയതെന്തും ചെയ്യും. ഫഇല്ലം തസ്തഹി ഫസ്ന മാ ശിഅത എന്ന് പാഠത്തിലുണ്ടല്ലോ ആ ഭാഗം. സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന ലിമൻ. സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ആർക്ക്? ഇൽമിൻ്റെ വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ. ഹഫത്തുഹുമുൽ മലായികത്തു മൻ. മലക്കുകൾ
പൊതിയും ആരെ? ഒരു സംഘം അല്ലെങ്കിൽ ഒരു സമൂഹം ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ വീടുകളിൽ അവൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും പരസ്പരം പഠനം നടത്തുകയും ചെയ്യുന്നവരെ. മാഹുവൽ ബിർ, എന്താണ് ബിർ? ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം. മതാ യുഹിബ്ബുല്ലാഹുൽ അബ്ദ, അള്ളാഹു അടിമയെ ഇഷ്ടപ്പെടുന്നത് എപ്പോൾ? ദുനിയാവിൽ നീ പരിത്യാഗിയായാൽ, ദുനിയാവിൽ നീ ഭൗതിക വിരക്തിയുള്ള ആയാൽ, അതായത് ദുനിയാവിനോട് അത്യാഗ്രഹമില്ലാതെ ആഖിറത്തെ കൂടുതൽ ചിന്തിച്ച് നടക്കുന്ന ആളാണെങ്കിൽ എന്നർത്ഥം. കൈഫ യുഗയ്യിറുൽ മുസ്ലിം അൽ മുൻകർ, മുസ്ലിം തെറ്റിനെ പ്രതിരോധിക്കേണ്ടതെങ്ങനെ? ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ തൻ്റെ കൈ കൊണ്ട് തടയട്ടെ, അതിന് സാധിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ, അതിനും സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. പൂരിപ്പിക്കാനുള്ള ബുക്കിൽ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ. ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.